അപ്പോൾ ഇന്ന് ഓണച്ചന്തയിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മോനില്ല, മോന് വയ്യ മടുത്തെന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കലവും കൊണ്ടൊക്കെ ഓട്ടോറിക്ഷ തന്നെയാണ് കേട്ടോ വന്നത്. അങ്ങനെ കലമൊക്കെ കൊണ്ടുവന്നതാ എല്ലാം സെറ്റാക്കി വെച്ചു. ഇപ്രാവശ്യം നമുക്ക് സ്ഥലം മാറിയിട്ടുണ്ട്. രാവിലെ തന്നെ ചെറിയൊരു കശപിശൊക്കെ ഉണ്ടായിരുന്നു, സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എനിക്ക് പിന്നെ ഞാൻ കിട്ടിയ സ്ഥലത്തിരുന്ന് കച്ചറയ്ക്കൊന്നും കയ്യല്ലാന്ന് വിചാരിച്ച് അങ്ങനെ താത്തമാരും ഒക്കെ എല്ലാവരും സെറ്റാക്കി. കുറേ വറുത്തുപ്പേരി, ശർക്കരപ്പേരി, സോപ്പ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആരോടായിട്ട് അങ്ങനെ കമ്പനി ഒന്നും ആയിട്ടില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം മുതൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇവരെ കയ്യിൽ ഫുള്ള് ഡ്രസ്സാണ് കേട്ടോ. നല്ല വിലക്കുറവിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറേ 2-3 ഡ്രസ്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ചായയും കടി ഉണ്ടാക്കുന്ന ചേട്ടന്മാരും അവർ വന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര്, ഇന്നലത്തെ കുറേ പേര് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ എനിക്ക് 2-3 പേരൊക്കെ കലം കൊണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഇന്നലെ ഞാനൊന്നും വിറ്റിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു നാണക്കേട് പോലെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അമ്മ വന്നപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ എന്തെങ്കിലും വിറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്ന് കുഴപ്പമില്ല, ഒരു 2-3 എണ്ണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പൈസയൊക്കെ കിട്ടി കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാത്തിലും വില എഴുതിയിട്ട്, ചോക്കും കൊണ്ട് വില എഴുതിയിട്ട് കൊണ്ടുവന്നിട്ടാണ് കേട്ടുള്ളത്. അപ്പോൾ വിലയാണെങ്കിൽ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് വിലയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അനിയനൊക്കെ ഫോൺ വിളിച്ചിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് വില എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല പായസം ഉണ്ടായിരുന്നു കേട്ടോ, അരിപ്പായസമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് താത്ത ഒരു ഗ്ലാസ് പായസം കൊണ്ടു തന്നു. അപ്പോൾ ഞാനത് ഛർദിയോടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് കുടിച്ച ചായയല്ലേ, പിന്നെ നമുക്ക് എന്തായാലും വിശക്കല്ലോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. എൻ്റെ നാക്ക് പൊള്ളി, അണ്ടകടാകം വരെ പൊള്ളിപ്പോയി. അങ്ങനെ ആ പായസം കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിശന്നപ്പോൾ പിന്നെ ഒരു ചിക്കൻ റോളും കൂടെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 2 ചേട്ടന്മാരാണ് അത് ഉണ്ടാക്കിയതെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് എൻ്റെ പറ്റെല്ലാം തീർക്കാണ് കേട്ടോ. ചായ കുടിച്ചതും പായസം കുടിച്ചതിനെല്ലാം പറ്റ് അമ്മ വന്നിട്ട് പൈസ കൊടുത്തു. ഞാൻ പൈസ എടുത്തിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറിയും വാങ്ങി. ഓണമൊക്കെ അല്ലേ, നമുക്ക് എന്തായാലും കുറേ പച്ചക്കറിയൊക്കെ വേണമല്ലോ. ഇനിയിപ്പോൾ മീൻ ഇറച്ചിയൊന്നും 2-3 ദിവസത്തേക്ക് വാങ്ങൂലല്ലോ. അങ്ങനെ അതും വാങ്ങി ഓട്ടോയിൽ കയറി വീട്ടിൽ പോയി.